உனை தென்றல் தீண்டவும் விடமாட்டு அந்த திங்கள் தீண்டவும் விடமாட்டு உனை வேறு கைகளில் தரமாட்டேன் நான் தரமாட்டேன் நான் தரமாட்டேன் ரோஜா ரோஜா ഹലോ ആർമീസ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖമാണ്. ESPയുടെ കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു വിശ്വാസത്തോടെ തന്നെ നെക്സ്റ്റ് എപ്പിസോഡിലോട്ട് പോകാം. അവൾ കാറിൽ നിന്നിറങ്ങി നടക്കാൻ തുടങ്ങി. ആദ്യം അവളുടെ തൊട്ടു പിന്നാലെ കുറച്ചകലം വിട്ട് ഡ്രൈവ് ചെയ്തു. അവസാനം ആദ്യം അവൾക്ക് പോകേണ്ട ഒരു ഇട റോഡ് തിരിഞ്ഞതും ആദ്യം കാറ് നിർത്തി അവളെ തന്നെ നോക്കി നിന്നു. ആദ്യവനറിയാം അവനൊരു കണ്ണകലത്തിലുണ്ടാകും. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ചിലപ്പോൾ കാണാനും കഴിയും. പക്ഷേ ആ റോഡിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. എങ്ങനെ തിരിഞ്ഞു നോക്കും? അവസാനം വീട്ടിലേക്കുള്ള ഗേറ്റിനടുത്ത് എത്തിയതും അവൾ രണ്ടും കൽപ്പിച്ച് തിരിഞ്ഞു നോക്കി. പക്ഷെ അവനവിടെ കണ്ടില്ല. അവൻ പോയിരിക്കുമെന്ന് കരുതിയപ്പോൾ തൊട്ടു പിന്നിൽ അവൻ്റെ കാർ. ഹായ്, ആദി, ഇതാണല്ലേ വീട്? ആദ്യം പൊക്കോ, പ്രശ്നമാകും. നേരെ പോയി എവിടെ എത്തും? എനിക്കറിയില്ല. എന്തായാലും ആദ്യയുടെ വീടെത്തില്ല. അപ്പം ഞാൻ തിരിഞ്ഞു പോട്ടെ? അയ്യോ, ഉടനെ തിരിഞ്ഞു പോയാൽ ആളുകൾ അത് നോട്ടീസ് ചെയ്യും. ഇപ്പൊ തന്നെ എല്ലാവരും കൂടെ നോക്കുന്നുണ്ട്. അത് സാരമില്ല, ചോദിച്ചാൽ ഞാൻ വഴി ചോദിച്ചെന്ന് പറഞ്ഞാൽ മതി. അതിനവരാരും എന്നോടൊന്നും ചോദിക്കില്ല. അവർ തന്നെ ഒരു കഥ ഉണ്ടാക്കിക്കോളും. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യാ? നേരെ പോട്ടെ? ഈ നേരെ പോയാൽ എവിടെയാ ചെന്ന് എത്തുന്നെന്ന് അറിയില്ലല്ലോ. ഇല്ല, അറിയില്ല. അപ്പൊ നാളെ എന്നെ കണ്ടില്ലെങ്കിൽ ഞാൻ ഈ സ്റ്റേറ്റ് വിട്ടെന്ന് കരുതിയാൽ മതി. ശരി, അപ്പൊ പോട്ടെ. ബൈ ബൈ. രാത്രി ഫുഡിങ് കഴിഞ്ഞ് കിടക്കാൻ നേരം അത് ഫോണിലേക്ക് നോക്കി. അവൻ്റെ ഗുഡ് നൈറ്റ് മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നറിയാൻ. പക്ഷേ ഇന്ന് അവൻ്റെ മെസ്സേജ് വന്നിട്ടില്ല. സാധാരണ അവൻ അയക്കുന്ന സമയവും കഴിഞ്ഞു. അല്ലെങ്കിൽ തന്നെ അവൻ വീടെത്തിയോ ഇല്ലയോ എന്നൊരു ആശങ്ക അവൾക്കുണ്ടായിരുന്നു. അതോടൊപ്പം ഇന്ന് നടന്ന സംഭവങ്ങൾ ഓരോന്നായി അവളുടെ മനസ്സിൽ മിന്നിമറഞ്ഞു. ആദ്യം ഇന്ന് അവൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളും അവളോട് പറഞ്ഞ വാക്കുകളും ഓരോന്നും അവൾ ഓർത്തെടുത്തു. അത് കുറച്ചുകൂടി സ്ട്രോങ് ആകണം. ഇങ്ങനെ ഒരുപാട് പാവമാവരുത്. ആരുടെയും കയ്യിൽ ടോയ് പോലെ ആകരുത്. അതിപ്പോൾ എൻ്റെ അടുത്താണെങ്കിൽ പോലും ആദ്യം പറയേണ്ട അഭിപ്രായം എവിടെയും തുറന്നു പറയണം. യെസ് ഓർ നോ, അത് ധൈര്യമായിട്ട് പറയാൻ കഴിയണം. അത് പറഞ്ഞതുപോലെ എൻ്റെ അമ്മയും സഹോദരിയും മറ്റു കുടുംബക്കാരെയും നാട്ടുകാരെയും ഒന്നും എനിക്ക് ചിലപ്പോൾ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞെന്നില്ല. എന്നാലും സാരമില്ല, ഞാൻ ഒരിക്കലും എൻ്റെ തീരുമാനം മാറ്റില്ല. ഒരു പക്ഷേ ഞാനില്ലായിരുന്നെങ്കിൽ ഈ സിറ്റുവേഷൻ ടീച്ചർ വേറെ ആരെ വിളിച്ചിരിക്കും? വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ ഞാനില്ലായിരുന്നെങ്കിൽ, വന്നില്ലായിരുന്നെങ്കിൽ അറിയില്ല. ഞാൻ എന്തിനാ ആദ്യം കണ്ടുമുട്ടിയത്? അതും അറിയില്ല. ചിലപ്പോൾ ദൈവമായിട്ട് കൊണ്ടെത്തിച്ചതായിരിക്കും.
അറിയില്ല. ആദ്യം എന്തിനാ എനിക്ക് ഇത്രയും പ്രയോറിറ്റിയും അറ്റൻഷനും തരുന്നത്? അറിയില്ല. ഇതൊക്കെ ഞാൻ അറിയിക്കുന്നുണ്ട്. ഇല്ല, അതുമാത്രം അറിയാം. കാരണം അതിന് മാത്രം എനിക്കൊന്നുമില്ല. സ്വന്തം എന്ന് പറയാം 4 വർഷം മറ്റൊരാൾ ഉപയോഗിച്ച ശരീരം മാത്രമേ ഉള്ളൂ. പോരാത്തതിന് കൂടെ കുറേ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ. ഇങ്ങനൊരു വെളുപ്പിന് അത് ചുമക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ അവന് തരുന്ന സ്നേഹത്തിന് പകരം കൊടുക്കാൻ എൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? ചിലപ്പോൾ അങ്ങനെ ഒന്നും കൊടുക്കാനില്ലാതാകുമ്പോൾ അവസാനം അവനും മടുത്താലോ? നാളെ ആദ്യം ഞാനൊരു ഭാരമായാലും. ഇങ്ങനെയുള്ള ഓരോ ചിന്തകളിൽ അവൾ ആഴ്ന്നിറങ്ങിയത്. പെട്ടെന്ന് അവളുടെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നു. അവനായിരിക്കുമെന്ന് കരുതി അവൾ ഫോൺ ചെക്ക് ചെയ്തു. അല്ല, അതാദ്യമല്ല. പക്ഷേ അവൻ സാധാരണ അയക്കുന്ന ഗുഡ് നൈറ്റ് മെസ്സേജ് വരേണ്ട സമയം കഴിഞ്ഞു. ആവോ, നമ്മുടെ ഈ റോഡ് എവിടെ ചെന്ന് അവസാനിക്കുന്നേ? അത് സിറ്റിയിലോ? പക്ഷെ കുറച്ച് വളഞ്ഞ വഴിയാ. നമ്മൾ യൂഷ്വലായിട്ട് പോകുന്നതിനേക്കാൾ സമയമെടുക്കും. ഓ, ആണല്ലേ. എന്താ? ഒന്നുമില്ല. ചേച്ചി അങ്ങോട്ടേക്ക് ആരെങ്കിലും പറഞ്ഞു വിട്ടായിരുന്നോ? ഇല്ലല്ല, ഞാൻ ചോദിച്ചതോ. ഓ, ആവ് ശ്രദ്ധിക്കുന്നില്ല എന്ന് കൺഫേം ചെയ്തിട്ട് അവൾ ആദ്യമൊരു മെസ്സേജ് ഇട്ടു. ഫോൺ നമ്പർ കൈമാറിയതിന് ശേഷം ആദ്യമായിട്ടാണ് ആദ്യം അങ്ങോട്ടൊരു മെസ്സേജ് ഇടുന്നത്. പക്ഷേ റിപ്ലൈ ഉടനെ വന്നില്ല. അവൾ കുറച്ചു നേരം നോക്കിയിരുന്നിട്ട് കാണാത്തതുകൊണ്ട് അവൻ തിരക്കിലായിരിക്കുമെന്ന് കരുതി അവൾ നെറ്റ് ഓഫ് ചെയ്ത് നേരെ ബെഡിലേക്ക് ചാഞ്ഞു. പിറ്റേ ദിവസം പതിവ് പോലെ ആദ്യം അതും ബസ്സിൽ മീറ്റ് ചെയ്തു. പക്ഷേ ഇന്ന് പതിവിലും വിപരീതമായിരുന്നു അതുവിൻ്റെ എൻറ്റയർ ലുക്ക്. അവൾ വന്ന് അടുത്തിരുന്നപ്പോൾ തന്നെ എന്തൊക്കെയോ വാസന അവളുടെ മുകളിൽ തുളച്ചു കയറി. പുതിയ സാരിയുടെയോ തലയിൽ ചൂടിയിരിക്കുന്ന പൂവിൻ്റെയോ നെറ്റിയിലെ ചന്ദനത്തിൻ്റെയോ എന്തിൻ്റെയാണെന്നറിയില്ല. അവൻ അവളെ അടിമുടി ഒന്ന് നോക്കി. പതിവില്ലാതെ ചന്ദനവും മുല്ലപ്പൂവും മാത്രമല്ല, കാതിൽ തിളങ്ങുന്ന വെള്ളക്കല്ല് വെച്ച കമ്മൽ. അതാണ് അവളുടെ മുഖത്തെ മാറ്റുകൂട്ടുന്നത്. എന്നും സിമ്പിളായിട്ടുള്ള കുഞ്ഞു കമ്മൽ അണിഞ്ഞു വരുന്നത് കാരണം ഇന്നതൊരു പുതുമയുണ്ട്. പോരാത്തതിന് നെറ്റിയിലെ ചന്ദനക്കുറിയോടൊപ്പം ഒരു കുഞ്ഞു പൊട്ടും കണ്ണിൽ കരി എഴുതിയിട്ടുണ്ട്. പിന്നെ കയ്യിൽ വളയ്ക്ക് പകരം ഇന്നൊരു ബ്രേസ്ലെറ്റാണ് അണിഞ്ഞിട്ടുള്ളത്. ഫാൻസിയാണ്, എന്നാലും അത് അവൾക്ക് ഭംഗിയായിട്ടുണ്ട്. പിന്നെ സാരി, അവൾ എന്നും സിമ്പിളായിട്ടുള്ളതാണ് ഉടുക്കാറ്. ഇന്ന് കസവിൻ്റെയാണ് ഉടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി ഇന്ന് ഒരുമിച്ച് അവൾക്കൊരു പത്തരമാറ്റിൻ്റെ ഭംഗി കൊടുക്കുന്നുണ്ട്. അവനങ്ങനെ അവളുടെ അങ്കലാമിന് കണ്ണുകൾ കൊണ്ട് ഒഴിയുന്നതിനിടെ അവളോട് പതിവായി പറയുന്ന ഒരു ഹായ് പോലും അവനൊന്ന് പറയാൻ മറന്നു. ഇന്ന് അമ്പലത്തിൽ പോയോ? എന്താ വിശേഷിച്ച്? ഒന്നുമില്ല, വെറുതെ വെള്ളിയാഴ്ച ചെയ്തുണ്ട്. ഓ, എങ്കിൽ എന്നും ഇതുപോലെ അമ്പലത്തിൽ പോകാൻ പറ്റുമോ? എന്താ? അല്ല, എങ്കിൽ എന്നും ഇങ്ങനെ കാണാമല്ലോ. ഇന്ന് തന്നെ കാണാൻ ഒരുപാട് സുന്ദരിയായിട്ടുണ്ട് എന്നത്തേക്കാളും. ടീച്ചറിന് എന്നും ഇങ്ങനെ വന്നൂടെ? എന്ത് സുന്ദരിയാന്നറിയോ?
എന്ത് പറഞ്ഞാലും ഇങ്ങനെ ചിരിയിൽ നിർത്താതെ എന്തെങ്കിലും ഒന്ന് പറയൂ. ഞാനെന്ത് പറയാനാ? ഒരുപാട് ഒരുങ്ങി കഴിഞ്ഞാൽ അപ്പോൾ ആൾക്കാർ ചോദിക്കും ആരെ കാണിക്കാനായി ഒരുങ്ങുന്നേന്ന്. ആദ്യം ഡിവോഴ്സ് ആയതോ അല്ലെങ്കിൽ എന്നെ പോലെ സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുന്നതോ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചതോ ഏതെങ്കിലും പെണ്ണും ഇതുപോലെ ഒരുങ്ങി ഇറങ്ങുന്നത് കണ്ടുണ്ടോ പൂവൊക്കെ വെച്ച്? ഇനി അഥവാ ഏതെങ്കിലും പെണ്ണ് അങ്ങനെ പോകുന്നത് കണ്ട് അപ്പം നാട്ടുകാർ പറയും, ഓ കണ്ടില്ലേ ഭർത്താവ് ഒന്ന് പോയി കിട്ടാൻ കാത്തിരുന്നു ഒക്കെ ഷീമാട്ടെ പോലെ ഇങ്ങനെ ഒരുങ്ങി നടക്കാനെന്ന്. ഇനി ഇതിലും ഭർത്താവ് മരിച്ച സ്ത്രീകളുടെ കാര്യം വലിയ കഷ്ടമാണ്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവനും അവൾ ആ ദുഃഖത്തിൽ കഴിഞ്ഞേക്കണം. ഒരിക്കലും സന്തോഷിക്കരുത്, സന്തോഷം വന്നാൽ പോലും. ഇനി അഥവാ സന്തോഷിക്കുകയാണെങ്കിൽ അതൊരു മറ്റൊരു വിവാഹത്തിലൂടെ. അല്ലാതെ സന്തോഷിക്കുന്നത് കണ്ട അപ്പൊ നാട്ടുകാർ പറയും, ഓ അവൾക്ക് ഭർത്താവ് മരിച്ചത് തന്നെയാ സന്തോഷമെന്ന്. ഇനി എന്റെ കാര്യം, ഞാനിങ്ങനെ ഒരുങ്ങി ഇറങ്ങുന്നത് കണ്ട അപ്പൊ നാട്ടുകാർ ചെവി പറയും, ഇവിടെ ഈ രാവിലെ ഒരുങ്ങി കെട്ടി സ്കൂളിൽ തന്നെയാണോ പോകുന്നതെന്ന്. ഇങ്ങനെ ഓരോ കുത്തുവാക്കുകളും കുത്തിനോട്ടവും എല്ലാം സഹിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരുങ്ങി ഇറങ്ങാവൂ. അത് നേരിടാനുള്ള ധൈര്യം എനിക്കില്ല. അതുകൊണ്ടാ എല്ലാറ്റിനും ഞാൻ തന്നെ ഒരു മാനുവൽ വെച്ചിരിക്കുന്നത്. പക്ഷേ മാനുവൽ പ്രകാരം എത്ര കാലം ജീവിക്കും? താൻ സന്തോഷത്തോടെ ജീവിക്കുന്നത് ഈ നാട്ടുകാർക്ക് കണ്ണുകടിയാണെങ്കിൽ ആ കണ്ണുകടിയും കുറച്ച് കൂട്ടണം. നമ്മൾ കുറച്ചുകൂടി ചൊറിയണം ഇട്ട് കൊടുക്കണം. ഈ നാട്ടുകാർ പറയുന്നതനുസരിച്ച് ജീവിക്കാൻ താനെന്താ അവരുടെ ചിലരാണ് കഴിയുന്നത്? ഞാൻ പറയുന്നത് യു ഹാവ് ടു കം ഔട്ട് ഫ്രം യുവർ മാനുവൽ. എന്നിട്ട് ഉള്ള ജീവിതം സന്തോഷത്തോടെ ജീവിക്കുക. സ്വന്തം ജീവിതത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കൂ. കുറച്ചൊക്കെ സെൽഫിഷ് ആകാൻ പഠിക്കൂ. ഒരു കുഴപ്പമില്ല. ആദ്യമൊക്കെ പറയാം, പക്ഷെ എളുപ്പമല്ല. കാരണം എനിക്ക് ഈ പറഞ്ഞ മാതിരി റൂൾസ് ബ്രേക്ക് ചെയ്ത് ജീവിക്കാൻ ആഗ്രഹമില്ലഞ്ഞിട്ടൊന്നുമല്ല. വേറെ ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് റൂൾസ് ബ്രേക്ക് ചെയ്യാൻ കഴിയാത്തതാ. എന്ത് കാരണം? ഞാൻ റൂൾസ് ബ്രേക്ക് ചെയ്താൽ ഒരുപക്ഷെ അത് ബാധിക്കുന്നത് എൻ്റെ കുടുംബത്തെ ആയിരിക്കും, സ്പെഷ്യലി ആവൂനെ. ഞാൻ ഒരു തവണ റൂൾസ് ബ്രേക്ക് ചെയ്തിട്ട് തന്നെയാണ് ഗോകുലിനെ വേണ്ടാന്ന് വെച്ചത്. ഗോകുൽ ഗോകുൽ എന്നെ ഉപേക്ഷിച്ചെങ്കിൽ കൂടി എല്ലാവരും സഹിച്ചേനെ. പക്ഷെ ഞാൻ വേണ്ടാന്ന് വെച്ചത് എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് വലിയ ഷോക്കായിരുന്നു. സത്യം പറഞ്ഞാൽ അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ റൂൾ ബ്രേക്കിംഗ് മൊമെന്റ്. അന്ന് തന്നെ കുടുംബക്കാർ മാറി മാറി വന്ന് കുടുംബത്തിന് മാനക്കേടുണ്ടാക്കി, വീട്ടുകാർക്ക് നാണക്കേടായി. അനുജത്തെക്കുറിച്ച് ഓർത്തില്ല, കുടുംബത്തിലെ മറ്റു പെൺകുട്ടികളെക്കുറിച്ച് ഓർത്തില്ല, അവരുടെ ഭാവിയെക്കുറിച്ച് ഓർത്തില്ല, സ്വന്തം കാര്യം മാത്രം നോക്കി. ചെറിയ പ്രശ്നങ്ങൾ വലുതാക്കി കാണിച്ചു, അഡ്ജസ്റ്റ് ചെയ്തില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ബന്ധം വേണ്ടാന്ന് വയ്ക്കുന്നത് മോശമാണ് എന്നുള്ള തരത്തിലുള്ള പല വാക്കുകളും കേൾക്കാൻ തുടങ്ങി. എന്നിരുന്നാലും അവർ പറഞ്ഞ ഒരു വാക്ക് എന്നെ വീണ്ടും ചിന്തിപ്പിച്ചു. ആവുനെ കുറിച്ച് ഓർത്തില്ല എന്ന് പറഞ്ഞത്. ഞാൻ കാരണം അവൾക്ക് നാണക്കേടുണ്ടായാൽ, ചേച്ചി വന്ന് വീട്ടിൽ നിന്നാൽ അനുജത്തിക്ക് ഇങ്ങനെ നല്ലൊരു ആലോചന വരും എന്നൊക്കെയുള്ള ചോദ്യം എന്നെ ഭയപ്പെടുത്തി. അതുകൊണ്ട് അതിനുശേഷമുള്ള ഓരോ ചൂടും ഞാൻ സൂക്ഷിച്ചു വയ്ക്കാൻ തുടങ്ങി. കാരണം സ്കൂളിൽ ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റിൻ്റെ അച്ഛൻ വന്ന് ചിരിച്ച് സംസാരിച്ചാൽ, ആ സംസാരിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ അപ്പം ചോദ്യം വരും, ആരാ, എന്താ, അയാൾ എന്താ പറഞ്ഞത്, അയാൾ നീ തമ്മിൽ എന്താ ബന്ധം, ഇങ്ങനെയൊക്കെ. ആ ചോദ്യം വളരെ സിമ്പിളാണ്. ആദ്യമാണെങ്കിൽ ഇപ്പോൾ വിചാരിക്കും അതൊരു കോമൺ ചോദ്യമല്ലേ എന്ന്. പക്ഷെ എനിക്ക് മനസ്സിലാകും അവരെന്തർത്ഥത്തിലാണ് ചോദിക്കുന്നത്. ദിവസവും ആ റോഡിലൂടെ രാവിലെയും വൈകുന്നേരം നടന്നു പോകുമ്പോൾ ആളുകളുടെ മുഖത്ത് വേൽ വെച്ചുള്ള നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലാകും അവിടെ മനസ്സിലെന്താ ഓടുന്നതെന്ന്. ഒന്നും വേണ്ട, ഒന്ന് ഫോണിൽ ആരോടെങ്കിലും സംസാരിച്ചു പോകുന്ന കണ്ടാൽ പോലും അവർക്ക് സംശയമാണ്. ആരോടാ സംസാരിക്കുന്നത്, എന്താ സംസാരിക്കുന്നത്? സംശയം മാത്രമല്ല, അതവർക്ക് അറിയുകയും വേണം. ഏതെങ്കിലും ഒരു കസിൻ ബ്രദറിൻ്റെ ഒപ്പോ മറ്റേതെങ്കിലും ബന്ധുവിൻ്റെ ഒപ്പോ കാറിലോ ബൈക്കിലോ പോകുന്നത് കണ്ട ആ വണ്ടിയിൽ പെട്രോൾ എരിഞ്ഞ് തീരുന്നതിനേക്കാൾ വേഗത്തിൽ കണ്ടു നിൽക്കുന്നുണ്ട് നെഞ്ചരിയാൻ തുടങ്ങും. ഉടനെ അമ്മയ്ക്ക് മുന്നിൽ ചോദ്യങ്ങൾ വരും. മോൾ ആരുടെ ഒപ്പം ബൈക്കിൽ കയറി പോകുന്നതുണ്ടല്ലോ, ആരായിരുന്നു എന്ന്? അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ സത്യമായിട്ടും തല തല്ലി ചാകാനാ തോന്നുന്നത്. കാരണം അവർക്ക് ഞാൻ എൻ്റെ
ബ്രദറിനെ പോലെ കാണുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്നവരായിരിക്കും. അവരൊക്കെ വെച്ചിട്ടായിരിക്കും നാട്ടുകാർ ഗോസിപ്പ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ പേരിൽ എത്ര കുടുംബക്കാർ എന്നോട് അകലം കാണിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം പോരാഞ്ഞിട്ടാണ് അണിഞ്ഞൊരുങ്ങി കൂടി നടന്നത്. പിന്നെ തീർന്നു. എനിക്ക് വയ്യാതെ ഒരു തവണ ഒരു റൂൾ ബ്രേക്ക് ചെയ്തതിൻ്റെ പേരിലുള്ള എല്ലാ ഭവിഷ്യത്തും ഞാൻ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ ഒരു തവണ പോലും എടുത്ത തീരുമാനത്തിൽ റിഗ്രഷൻ തോന്നിയിട്ടില്ല. എന്നാലും ചില കുത്തുവാക്കുകളും മുനയുള്ള ചോദ്യങ്ങളും എനിക്ക് നേരിടാൻ അറിയില്ല. അതുകൊണ്ട് മാക്സിമം ഞാൻ അതുപോലുള്ള വാക്കുകളിൽ നിന്നും കുത്തി നോവിക്കലുകളിൽ നിന്നൊക്കെ അകന്നു നടക്കും. അങ്ങനെ ഒന്ന് നേർക്ക് വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. അതിന് ഞാൻ കണ്ടെത്തിയ വഴിയാണ് ഈ മാനുവൽ. അവൻ്റെ മാരേജ് കഴിയുന്നവരെങ്കിലും എനിക്ക് ചിലപ്പോൾ അങ്ങനെ തന്നെ ജീവിക്കേണ്ടി വരും. കാരണം ഒരു തോന്നിയ അവസ്ഥയുടെ അനുജത്തിയാണ് അവന്തിക എന്നൊരു ലേബൽ അവൾക്ക് വരാൻ പാടില്ല. അത് ചിലപ്പോൾ അവളുടെ ജീവിതത്തെയും ബാധിക്കും. അതുകൊണ്ട് അവൻ്റെ മാരേജ് കഴിയുന്നത് വരെ നമ്മുടെ ഈ കാര്യം ഒരിക്കലും വീട്ടിലറിയിക്കാൻ കഴിയില്ല. നാട്ടുകാരും അറിയാൻ പാടില്ല. അറിഞ്ഞ പിന്നെ അത് മതി. ഞാൻ ഈ ബന്ധം ഉള്ളതുകൊണ്ടാണ് ഭർത്താവിനെ വേണ്ടാന്ന് വെച്ചെന്ന് പറഞ്ഞു കളയും. അതാണെങ്കിൽ കൂടി ഞാൻ പിന്നെ സഹിക്കും. പക്ഷേ ഈ പേരും പറഞ്ഞു അയാൾ അങ്ങ് പുണ്യാത്മാവെ പ്രഖ്യാപിക്കും. അതിന് ഞാൻ സമ്മതിക്കില്ല. മനസ്സിലായി? ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ട് അത് ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്യാൻ ഭയക്കുന്നു. അപ്പോൾ ഇനിയും ഞാൻ ടീച്ചറിനെ ഇങ്ങനെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? അടുത്ത വർഷം വരെ കാത്തിരിക്കണം. ഓക്കെ. വൈകുന്നേരം അത് ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ഏതോ ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് അവൾ ഗസ് ചെയ്തു. അവൾ ഗേറ്റ് കിടന്ന് അകത്തേക്ക് നടക്കവേ ഒരു പുരുഷന്റെ സംസാരം അവൾക്ക് കേൾക്കാം. ആരായിരിക്കും? ഏതെങ്കിലും വല്യച്ഛനോ കൊച്ചച്ഛനോ ആയിരിക്കും. ഇനി അവരവളെ കണ്ടാൽ അവരുടെ വക ഉപദേശം, കുറ്റപ്പെടുത്തൽ, ചോദ്യം ചെയ്യൽ, പാവം കൂറൽ, ഇങ്ങനെയുള്ള എല്ലാ പ്രതിഭാസങ്ങൾക്കും അവൾ സാക്ഷിയാകേണ്ടി വരും എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ അവൾ വീട്ടിനകത്തേക്ക് കയറി. പക്ഷെ അവൾ പ്രതീക്ഷിച്ച ആളല്ലായിരുന്നു. ഹാ, അതും എത്തിയോ? കാശിയേട്ടനായിരുന്നു? ആ അതെ. വേറെ ആരെന്നാ കരുതിയേ? അല്ല, കാശിയേട്ടൻ എപ്പോഴെത്തിയേ? ദേ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഒരു ചായ കുടിച്ച താമസം. ഓ. അവൾ ചെരുപ്പഴിച്ചു വെച്ച് അകത്തേക്ക് കയറവേ ഉള്ളിലേക്കൊന്ന് ഒഴിഞ്ഞു നോക്കി. കാശിയേട്ടൻ മാത്രമേ വന്നുള്ളൂ? ആ. വേറെ ആരെയാ പ്രതീക്ഷിച്ചേ? അല്ല, അങ്ങനല്ല. അമ്മയോ മറ്റോ? ഏയ്, അമ്മ അറിഞ്ഞില്ല ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇതുവഴി കയറിയപ്പോ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. ഓ. ചേച്ചി സുഖമായിരിക്കുന്നോ? ആ, അവക്ക് സുഖം. ഇപ്പൊ നിന്റെ ഭാര്യ എന്ത് ചെയ്യോടാ? കല്യാണത്തിന് മുമ്പ് ജോലി ഉണ്ടായിരുന്ന കുട്ടിയല്ലേ? ആ, ഇപ്പോഴും അവൾ ജോലിക്ക് പോകുന്നുണ്ട്. പക്ഷെ കണ്ണൂരില്ല അവൾക്ക് ഡ്യൂട്ടി. കണ്ണൂരില്ലോ? അതെന്താ അത്രയും ദൂരം? ആ, അവിടെ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നഴ്സാ. ഗവൺമെന്റ് ജോലിയില്ലേ, ദൂരെ കൂടുതലാണെന്ന് കരുതി കളയണ്ടെന്ന് വെച്ചു. ആ, അത് നല്ലതാ. അപ്പൊ ശരി, ചേട്ടനിരിക്കെ, ഞാനിപ്പോ വരാം. ആവ് വന്നില്ലേ അമ്മേ? ഇല്ല, അവൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ, അപ്പൊ ശരി. പിന്നെ ആന്റി ഇപ്പൊ അങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. അന്ന് കല്യാണത്തിന് കണ്ടത് അവസാനം. പിന്നെ വരവൊക്കെ നിന്നു. എന്തു പറ്റി? ആ, അതെന്ത് ചെയ്യാനാ, ഇവിടെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒന്ന് തിരിയാൻ സമയമില്ലാതായി. പിന്നെ ഇപ്പൊ ആര് കണ്ടാലും ഓരോന്ന് ചോദിച്ചു വരും. മോളുടെ കാര്യം എന്തായി, മോളുടെ കാര്യം എന്തായും ചോദിച്ചിട്ട്. അതുകൊണ്ട് ഇപ്പൊ 4 ആൾ കൂടുന്നിടത്ത് പോകാൻ തന്നെ മടിയാ. അവസാനം കൂടിയത് നിന്റെ കല്യാണത്തിന് തന്നെയാ. ഓ, അവളുടെ കാര്യം ഇപ്പൊ എന്തായി? അവനിപ്പോ വരാറുണ്ടോ? ഇടയ്ക്ക് വെച്ച് അവൾ എവിടെ പോയാലും അവളുടെ പിന്നാലെ ചെല്ലുന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ, അതൊരിടയ്ക്ക് അവള് ഡിവോഴ്സിന് കൊടുത്തതിന് ശേഷം
ഇവിടെ വീട്ടിൽ കുറേ തവണ വന്നായിരുന്നു, സംസാരിക്കാനാണെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ഒരുപാട് ബഹളം ഉണ്ടാക്കിയപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ ഇടപെട്ട് അവനെ നിലയ്ക്ക് നിർത്തിയതാ. പിന്നെ അതോടെ വരവ് നിന്നു. അത് കഴിഞ്ഞ് ഫോൺ വിളിച്ച് ശല്യം ചെയ്യാൻ തുടങ്ങി. അവൾ ജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ ഈ ഫോണിൽ വിളിക്കുന്നതൊക്കെ ഒരു പ്രശ്നമായി. പിന്നെ ജോലി സ്ഥലത്ത് ചെല്ലാൻ തുടങ്ങി. അങ്ങനെ ഒരു സ്വസ്ഥതയും കൊടുക്കാതായപ്പോൾ അവളുടെ അച്ഛൻ കേസ് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കംപ്ലൈൻറ്റ് കൊടുത്തു. പോലീസ് പിടിച്ചൊന്ന് വിരട്ടിയതിനു ശേഷം അതങ്ങ് നിന്നു. അതുവരെ വലിയ ശല്യമായിരുന്നു. ഓ, എന്താ അവൻ്റെ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവന് ഭ്രാന്ത്. കല്യാണം കഴിഞ്ഞൊരു 3-4 മാസമായപ്പോൾ തന്നെ അവൻ അവളുടെ ദേഹത്ത് കൈവയ്ക്കാൻ തുടങ്ങി. തൊട്ടതിനും പിടിച്ചതിനെല്ലാം അടിയും തെറിവിളിയും. ഓ, അയാളെന്താ വെള്ളം അടിക്കുമോ? ഏയ്, വെള്ളം അടിയില്ല, വലിയുമില്ല. എല്ലാവരും ഇത് തന്നെ ചോദിക്കുന്നേ. എന്നാൽ നല്ല ബോധത്തോടെ തന്നെ അവൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നേ. ചോദിച്ചാൽ പറയും പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമായതുകൊണ്ട് ഇങ്ങനെയാ, ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്നൊക്കെ. പക്ഷെ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇത് തന്നെ ആവർത്തിക്കും. ഇവൾ ആദ്യമൊന്നും ഇങ്ങനെ അടിക്കുന്ന കാര്യം ഞങ്ങളോട് പറഞ്ഞില്ല. അവസാനം ഈ ചതവും മുറിവൊക്കെ ദേഹത്ത് കാണാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. ആൻറ്റി അവനെക്കുറിച്ചൊന്നും അന്വേഷിച്ചില്ലായിരുന്നു. അന്വേഷിച്ചു, ചോദിച്ചറിയാം. നല്ല പയ്യൻ, ആ കുട്ടിയില്ല, വലിയില്ല, സ്വന്തമായിട്ട് വീടുണ്ട്, നല്ല ജോലിയുണ്ട്, കുടുംബം നോക്കുന്നവനാ എന്നൊക്കെയാ പറഞ്ഞത്. പിന്നെ ചക്കയും മാങ്ങയും മറ്റുമാണോ ചൂഴ്ന്നു നോക്കാൻ? അതും ശരിയാ. എന്തായാലും അവൾ തീരുമാനം എടുത്തത് നന്നായി. ഇനി ഒരു കാരണവശാൽ ഈ തീരുമാനത്തിൽ നിന്ന് പിറകെ പോകരുതെന്ന് പറയണം. അവളുടെ അച്ഛനത് തന്നെയാ പറയുന്നേ. എന്തോ ഭാഗ്യത്തിന് കുട്ടികൾ അവരുടെ ഭാവി എന്നൊന്നും പറയാനില്ല. ഇല്ലെങ്കിൽ അവൻ അതിൻ്റെ പേര് വന്നേനെ. എന്തായാലും അവൾ അത്ര നാളവിടെ പിടിച്ചു നിന്നില്ലേ? എങ്ങനെയാണ് സഹിച്ചത് അവനെ? നീ എങ്ങനെയാവോ അവനെ സഹിച്ചത് ഇത്രയും നാളും? നിനക്ക് എന്നോടെങ്കിലും ഒന്ന് പറയായിരുന്നില്ല നിന്റെ പ്രശ്നങ്ങൾ? ഞാൻ കരുതി നല്ല ഹാപ്പിയായിട്ട് ജീവിക്കുന്നു. ആന്റിയോട് ചോദിച്ചാലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പോകുന്നു എന്നാ പറഞ്ഞുകൊണ്ടിരുന്നേ. നമ്മളും എല്ലാം ശരിയാകുന്നല്ലേ കരുതിയേ. ആന്റി ഒരു ചായ കൂടി തരുമോ? അതിനെന്താ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. നിനക്ക് എന്നോടെങ്കിലും ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ? നിന്റെ പ്രശ്നത്തിന് ഞാൻ കൂടെ ഉണ്ടാകുമായിരുന്നല്ലോ. നിനക്ക് പ്രശ്നങ്ങളുണ്ടെന്നറിഞ്ഞു, പക്ഷെ ഇത്രയും വലിയ വലിയ പ്രശ്നങ്ങളാണെന്ന് ഞാൻ അറിഞ്ഞേയില്ല. നിന്നെ ഇത്രയും ഉപദ്രവിച്ചിട്ട് നീ എന്താ എന്നോടൊന്നും പറയാതിരുന്നേ? നമ്മൾ തമ്മിൽ അത്ര അടുപ്പം ഉണ്ടായിരുന്നുള്ളൂ. നിന്റെ അമ്മ സമ്മതിച്ചിരുന്നെങ്കിൽ നീ ഇപ്പൊ എന്റെ വീട്ടിൽ ഇരിക്കേണ്ടതായിരുന്നു. അത്രയ്ക്കുള്ള അടുപ്പമുണ്ടോ നമ്മൾ തമ്മിൽ? എന്നിട്ടൊരു പ്രശ്നം വന്നപ്പോൾ എന്നെ മറന്നു അല്ലേ? ഞാൻ മറന്നതൊന്നുമല്ല. ആ സമയത്ത് എല്ലാവരോടും എല്ലാം പറയുന്നൊരു മാനസികാവസ്ഥ ആയിരുന്നല്ലോ എനിക്ക്. അതുമല്ല, അങ്ങനെ എല്ലാവരും വിളിക്കാനുള്ള പെർമിഷനും എനിക്കില്ലായിരുന്നു. വീട്ടിൽ പോലും ഞാൻ മാസത്തിലൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്, അതും അയാളില്ലാത്ത സമയങ്ങൾ മാത്രം. പിന്നെ എൻ്റെ മാരേജ് കഴിഞ്ഞപ്പോൾ കാശിയേട്ടനും അങ്ങ് മാറി. എന്നെ ഇങ്ങോട്ട് വിളിച്ചില്ല, ഞാൻ അങ്ങോട്ട് വിളിച്ച കോൾ എടുത്തുമില്ല. അപ്പം പിന്നെ ഞാൻ ആരെയും ശല്യം ചെയ്യേണ്ടെന്ന് കരുതി. അത് ഞാൻ മനഃപൂർവ്വം വിട്ടുവന്നത് തന്നെയാണ്. കാരണം നിന്നെ എനിക്ക് മറക്കാൻ പറ്റണ്ടേ? വീട്ടിൽ നമ്മൾ ഒരുമിച്ച് കളിച്ച് വളർന്നവരാ. നിന്റെ വിവാഹമാണ് നമ്മളെ പിരിച്ചത്. അതിൻ്റെ ഒരു നിരാശ എനിക്കുണ്ടായിരുന്നു. നിന്റെ അമ്മയ്ക്ക് പിന്നെ എന്തിൻ്റെ വെപ്രാളായിരുന്നു? എനിക്കൊരു ജോലി കിട്ടുന്നതുവരെയല്ലേ ഞാൻ സാവകാശം ചോദിച്ചത്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാശിയേട്ടാ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നീ ഇനി ഒരു കാരണവശാൽ അവൻ്റെ ഒപ്പം പോകരുത്. ഡിവോഴ്സ് അവൻ തന്നില്ലെങ്കിലും കുഴപ്പമില്ല. നീ ഇനി എന്തായാലും വേറെ വിവാഹമൊന്നും കഴിക്കാൻ പോകുന്നില്ലല്ലോ. ഇനിയിപ്പോൾ നീ പോയാലും ഈ കഴിഞ്ഞ ദേഷ്യമൊക്കെ വെച്ച് അവൻ നിന്നെ പച്ചയ്ക്ക് തിന്നു, ഉറപ്പാണ്. പിന്നെ ഇതുവരെ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. അത് നിന്റെ അമ്മയോടുള്ള ദേഷ്യം കൊണ്ട് തന്നെയാണ്. എന്നാൽ അതെന്റെ തെറ്റാ. ഇനി നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാം. ഇപ്പൊ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നിന്നെ കാണാൻ വേണ്ടി മാത്രം. ഇത് വെച്ചോ, നിനക്ക് എന്തെങ്കിലും ആവശ്യം വരും. എന്താ കാശിയേട്ടാ ഇത്? ഇനി കാശ് ഒന്ന് ഇൻസൾട്ട് ചെയ്യണോ? ഇൻസൾട്ട് ചെയ്യൊന്നല്ല, നിനക്കിത് തരാനുള്ള കടമ എനിക്കുണ്ട്, അത് വാങ്ങാനുള്ള അർഹത നിനക്കും. വേണ്ട ഏട്ടാ, ചേട്ടൻ്റെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വാക്കുകൾ തന്നെ എനിക്ക് ധാരാളമാണ്. പൈസയുടെ ബുദ്ധിമുട്ടൊന്നും എനിക്കിപ്പോൾ ഇല്ല. അങ്ങനെ പൈസയുടെ ബുദ്ധിമുട്ട് എനിക്ക് വരാതിരിക്കാനും
അതിൻ്റെ പേരിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. ദൈവം സഹായിച്ച് എനിക്കുള്ളത് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നീ പണ്ടേ ഇങ്ങനെ തന്നെയാണ്, എനിക്കറിയാം. ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. എൻ്റെ പഴയ നമ്പർ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. അപ്പോൾ ചായ ഒന്നും എനിക്ക് വേണ്ട. നിൻ്റെ അമ്മ ഇവിടെ നിന്ന് മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കി, കിട്ടിയില്ല. അതാ ചായ പറഞ്ഞേ. എന്തായാലും ഞാൻ ഇറങ്ങുക. ആൻറ്റി ചോദിച്ചാൽ ഞാൻ പോയെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ശരി, ഇറങ്ങട്ടെ. ആവിൽ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്കും. ആ ശരി ഏട്ടാ, ഓക്കെ. ആ കൊച്ചൻ പോയോ? ആ പോയി. രണ്ടാമത് ചായ ഇട്ട് തരാൻ പറഞ്ഞിട്ട് എന്തോ അർജൻറ്റ് കോള് വന്നു. അവനെന്താ നിന്നോട് പറഞ്ഞേ? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഈ ചോദിക്കാത്ത എന്താ? 2.5 വർഷം ഇവിടെ പോയിരുന്നു. അല്ല, കല്യാണത്തിന് മുമ്പ് രണ്ടുപേരും ചക്കര അടയും പോലെ നടന്നതല്ലേ? ഇപ്പൊ ഇത്രയും ദിവസം നീ ഇവിടെ വീട്ടിൽ വന്ന് നിന്നിട്ട് ഇപ്പോഴാണല്ലോ നിന്റെ കാര്യം അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിയത്. അതുകൊണ്ട് ചോദിച്ചതാ. അമ്മയുടെ ആ സംസാരത്തിൽ നിന്ന് തന്നെ കാശി പറഞ്ഞതൊക്കെ അമ്മ കേട്ടു എന്ന് അവൾക്ക് മനസ്സിലായി. അതി, മറ്റന്നാൾ വീടൊക്കെ ഒന്ന് അടിച്ചു വരാൻ എന്നൊന്ന് സഹായിക്കണേടാ. എന്തിന്? ചേട്ടൻ വരുന്നതിന് മുന്നേ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണ്ടേ? ഇപ്പോൾ വൃത്തിയായിട്ടല്ലേ കിടക്കുന്നു, ഇപ്പം എന്താ കുഴപ്പം? ഇല്ലടാ, ചേട്ടൻ വരുന്നതിന് മുന്നേ ഒരു സേവനമരം വേണം. മറ്റന്നാൾ സൺഡേ അല്ലേ, നിനക്ക് ലീവല്ലേ? അതാ ചോദിച്ചേ. ആ, എനിക്ക് വേറെ പ്ലാനൊന്നും ഇല്ലെങ്കിൽ നോക്കാം. അത് മതി. ചേട്ടൻ വന്നാൽ പിന്നെ എത്ര ദിവസം ചേച്ചി ഇവിടെ കാണും? ഒരു 3 ദിവസം. അത് കഴിഞ്ഞാൽ 3 പേരും പോവുമല്ലേ? സായു, നീ മാമുവിനെ വിട്ട് പോവാണോ? പോയാലും വരുമല്ലോ മാമു. സായു മാമുവിനെ മിസ് ചെയ്യൂ? മിസ് ചെയ്യില്ലേ? ആ പിന്നെ സായു, മിസ്സിന് ഗിഫ്റ്റ് കൊടുത്തോ? ആ കൊടുത്തു. അപ്പൊ മിസ് എന്ത് പറഞ്ഞു? മിസ് താങ്ക്സ് പറഞ്ഞു. വേറെ ആരെങ്കിലും കൊടുത്തായിരുന്നോ? ഏയ്, ഞാൻ മാത്രം കൊടുത്തത്. മിസ്സിനപ്പോ സർപ്രൈസ് ആയി അല്ലേ? മിസ് ഒരുപാട് ഹാപ്പിയാന്ന് പറഞ്ഞു. ആഹാ, ആരാ? എന്താ കാര്യം? ഏത് മിസ്സിന്റെ കാര്യം പറയുന്നേ? ഇവളുടെ ആരാധ്യ മിസ്സിന്റെ കാര്യം. ആരാധ്യ മിസ്സിനെന്താ? ഇന്ന് അവളുടെ മിസ്സിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ആ കാര്യം ഇവൾക്ക് മാത്രമേ അറിയാവൂ. അതുകൊണ്ട് ഇവള് മാത്രമേ ഗിഫ്റ്റ് കൊണ്ടുപോയുള്ളൂ. ആരാധ്യയുടെ ബർത്ത്ഡേയോ? അല്ല, ആരാധ്യ മിസ്സിന്റെ ബർത്ത്ഡേയോ? അറിഞ്ഞില്ലേ? എന്നിട്ട് അതെങ്ങനെ അവൻ അറിയാനാ? നിന്റെ മിസ്സിന്റെ ബർത്ത്ഡേ അന്വേഷിക്കണം അവന്റെ പണി. അപ്പൊ ആ പുതിയ സാരി, ചന്ദനക്കുറി, അമ്പലം, ഇതെല്ലാം അവളുടെ ബർത്ത്ഡേക്ക് വേണ്ടിട്ടായിരുന്നു.